നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് അർജന്റീന കളിക്കാനിറങ്ങുന്നു. എതിരാളികൾ സ്വിറ്റ്സർലൻഡാണ്. ഇന്ന് രാത്രിയാണ് മത്സരം. പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30 കളി നടക്കുന്നത്. അർജന്റീനയുടെ പ്ലേയിങ് ലെവലിൽ ആരൊക്കെ ഉണ്ടാകും? കഴിഞ്ഞ മത്സരത്തിലെ സെയിം ലൈനപ്പ് അർജന്റീന ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ മുതൽ പുറത്തേക്ക് വരുന്നതാണ്. ഇപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ചിനോട് അതേ കാര്യം ചോദിച്ചു. 2 മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് നിങ്ങൾ അങ്ങനെ ടീമിനെ ഇറക്കാറില്ലല്ലോ, സെയിം ടീമിനെ ഇറക്കാറില്ലല്ലോ, എന്താണ് അത് ആവർത്തിക്കാൻ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ഇതിനു മുമ്പും അങ്ങനെ സെയിം ടീമിനെ കുറഞ്ഞ സമയങ്ങളിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇറക്കുക എന്ന് പറയുമ്പോൾ അതിൽ സർപ്രൈസ് ഒന്നുമില്ല. അത് വീണ്ടും സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല. എന്തായാലും ഇനി ചിലപ്പോൾ ചില ചേഞ്ചുകളും സംഭവിക്കാം. ബട്ട് ഇൻ പ്രിൻസിപ്പിൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ ഇറക്കിയ ഓൾമോസ്റ്റ് സെയിം ടീമിനെ തന്നെയാണ് ഇറക്കുക. കാരണം ആ ഗെയിമിൽ നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ, ഈജിപ്തിനെതിരെ കുറച്ച് നന്നായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുകൂടി കോച്ച് പറയുന്നു. അപ്പം ബേസിക് പ്രിൻസിപ്പിൾ അത് തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച സെയിം ടീമിനെ ഇറക്കുക. പക്ഷേ അവിടെ ഇവിടെ ചെറിയ മാറ്റങ്ങളുടെ സാധ്യതയുണ്ട് എന്നുകൂടി TYC സ്പോർട്സ് പറയുന്നു. അത് ഒന്ന്, മൊണ്ടീൽ മോളിന, അതായത് കഴിഞ്ഞ കളിയിൽ മോളിനയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് പകരം മൊണ്ടീലിനെ ഇറക്കിയേക്കാനുള്ളൊരു സാധ്യത 2 പേരും ആ സ്പോട്ടിനായിട്ട് മത്സരിക്കുകയാണ്. പിന്നെ മെക്കലിസ്റ്റർ, നിക്കോ ഗോൺസാലസ്, അതിൽ മെക്കലിസ്റ്റർക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ്. പക്ഷേ നിക്കോ ഗോൺസാലസിനെയും പരിഗണിക്കുന്നുണ്ട്. പിന്നെ മുന്നേറ്റത്തിൽ ഹൂലിയൻ ആൽവാരസ് ഓർ ലൗട്രോ എന്നുള്ളതിന് ഹൂലിയൻ എന്ന് തന്നെയാണ് മറുപടി എന്നുകൂടി TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു ലൈനപ്പ് ഇങ്ങനെയാവും. ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ്, ഡിഫൻസിൽ നാഹുൽ മൊളീന ഓർ ഗോൺസാലോ മൊണ്ടീൽ, അതിൽ രണ്ടിലൊരാൾ വരും. ദെൻ ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളസ് ടാഗ്ലിയാഫിക്കോ, റോദ്രിഗോ ഡിബോൾ, എൻസോ ഫെർണാണ്ടസ്, ലിയാൻഡ്രോ പെരേഡസ്, പിന്നെ മെക്കലിസ്റ്ററോ നിക്കോ ഗോൺസാലസോ. മെക്കലിസ്റ്റർക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത. പിന്നെ ലയണൽ മെസ്സിയും ഹൂലിയൻ ആൽവാരസും മുന്നേറ്റത്തിൽ. ഇതാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് നൽകുന്ന വിവരം. ഏതായാലും വലിയ മാറ്റങ്ങളില്ല. ഈജിപ്തിനെതിരെ പോരാടി ജയിച്ച ആ ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങളില്ലാതെ, ടീമിൻ്റെ കോറിൽ മാറ്റമില്ലാതെ കോച്ച് ടീമിനെ ഇറക്കാൻ പോകുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.